പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞായറാഴ്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA മുന്നണിക്ക് വേണ്ടിയും ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി UDF വേണ്ടിയും പ്രചരണ രംഗത്തേക്ക് വരികയുണ്ടായി. എന്തായിരുന്നു ഇതിന്റെ ഒരു ആകത്തുക? ഈ കത്തുന്ന വേനലിൽ കാത്തുനിന്ന പതിനായിരക്കണക്കിന് BJP അനുകൂലികളോടോ ഇപ്പുറത്ത് കാത്തുനിന്ന UDF അനുകൂലികളോടും വികസനത്തിന്റെ യാതൊരു രാഷ്ട്രീയവും പറയാതെ പരാജിതരായി മടങ്ങിപ്പോയ 2 ദേശീയ നേതാക്കളെയാണ് നമ്മൾ കണ്ടത്. നരേന്ദ്രമോദി ഒരു വലിയ എന്താ പറയാ ക്രിസ്മസ് സാന്താക്ലോസ് അപ്പൂപ്പനെ പോലെ വന്ന് എല്ലാവരുടെയും ആശീർവാദങ്ങൾ, എല്ലാവരെയും അനുഗ്രഹാശിസുകൾ നേർന്നു പോകുന്നത് പോലെ സാന്താക്ലോസിനെ അനുസ്മരിപ്പിക്കുന്ന അതേ ഭാവചേഷ്ടകളോടെ വരികയും വലിയ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്ത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്തു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് ഭാവിയിലെ പ്രധാനമന്ത്രി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി ആകട്ടെ, അയാളുടെ പപ്പു എന്ന വിളിപ്പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം യാതൊരു വിധത്തിലുള്ള കാമ്പുമില്ലാത്ത വളരെ നിസ്സാരമായ വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പ്രസംഗം കാഴ്ചവെച്ചിട്ടാണ് പോയത്. സ്വർണം കട്ടത് അരപ്പ, സ്വർണം കട്ടത് അരപ്പ, ഇതൊക്കെയാണോ? ഈ സ്വർണം കട്ടത് അരപ്പ എന്ന് അദ്ദേഹത്തിന്റെ അമ്മയോട് പോയി ചോദിച്ചാൽ മതി. സ്വന്തം അമ്മയായ സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്, എന്നുവെച്ചാൽ ഈ രാഹുൽ ഗാന്ധി അടക്കം താമസിക്കുന്ന വീട്ടിലാണ് സ്വർണക്കൊള്ളക്കാരായ 3 പേർ അവിടെ വന്നത്. ആരാണ് പോറ്റിയും സ്വർണം വാങ്ങിയ ആ മഹാനായ കച്ചവടക്കാരനും അടൂർ പ്രകാശ് എന്ന് പറയുന്ന UDF കൺവീനറും. അവരെന്തിനാണ് പോയത്? അവിടെ ഗീതാ പാരായണത്തിനായിരുന്നു. അവരെ എന്ത് കാര്യത്തിന് സോണിയാഗാന്ധിയെ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആളുകൾ കണ്ടു? ഏകദേശം അതേ പീരീഡിലാണ് ഈ സ്വർണക്കൊള്ള നടന്നത്. ആ സ്വർണക്കൊള്ള നടന്നതിന് തൊട്ടു പിറകെയാണ് ഈ സന്ദർശനം ഉണ്ടായത്. അതിപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. അതിന് കൃത്യമായ ഒരു വിശദീകരണം നടത്താൻ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ അവരുടെ ദേശീയ നേതാക്കൾക്കോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് സ്വർണം കട്ടത് അരപ്പ, സ്വർണം കട്ടത് അരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുതരം വികൃതമായ രാഷ്ട്രീയ എന്താ പറയാ തമാശ, രാഷ്ട്രീയ കോമഡി ഇറക്കിയിട്ട് ഒരു ദേശീയ നേതാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. വെറുതെ അല്ല ഈ ഇദ്ദേഹത്തെ പപ്പു പപ്പു എന്ന് വിളിച്ച് എല്ലാ BJP നേതാക്കളും മറ്റ് ഇതര രാഷ്ട്രീയക്കാരൊക്കെ ഈ പപ്പു എന്ന് പറയുന്നത് 100% അന്വർത്ഥമാണ്. അയാൾ അത് മാത്രമാണ് അറിയിക്കുന്നത്. അതിൽ നിന്നൊരു ഇഞ്ച് പോലും വളരാൻ കൂട്ടാക്കാതെ രാഷ്ട്രീയ ബോൺസായി ആയി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേറുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അത്രമാത്രം വ്യക്തിത്വ വികാസം പ്രാപിക്കാത്ത ഒരു രാഷ്ട്രീയ ശിശു എന്ന് മാത്രമേ രാഹുൽ ഗാന്ധിയെ പറയാൻ ഒക്കൂ. ഈ കേരളത്തിന്റെ ഇടത് മുന്നണി സർക്കാർ നേടിയ വിസ്മയകരമായ വികസന നേട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭരണപരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ശേഷിയില്ലാതെ ദയനീയമായി പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവും, അതുപോലെ തന്നെ ഇന്ത്യയുടെ NDA ഡബിൾ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്ശരങ്ങൾ കൊടുക്കുന്ന ഒന്നിനും മറുപടിയില്ല, ഉത്തരമില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിന് അതിന്റെ പ്രചരണം അവസാനിക്കാൻ ഇനി 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. നന്ദി, നമസ്കാരം.